സച്ചിൻദാസ് മാക് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽ അനാലിസിസ് 6th സെമസ്റ്റർ റിയൽ അനാലിസിസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഡെഫിനേഷൻ ഉണ്ട്, പഠിക്കാനുണ്ട്. എന്താ ഡെഫിനേഷൻ? അത് ബൗണ്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എന്താണ് ബൗണ്ടഡ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷൻ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ തിയറംസും, ഇനി ഡിസ്കസ് ചെയ്യുന്ന എല്ലാ തിയറംസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ വീഡിയോ കാണണം, മുഴുവനും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതിൽ പറയുന്നത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ A to Rൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് ഓൺ എ ഇഫ് ദെയർ എക്സിറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് എം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അതാണ് എന്ത് ബൗണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കാം. ഇത് എക്സ്, ഇത് എഫ് ഓഫ് എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വൈ ആക്സിസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻ്റർവെൽ എന്താ എ ആണ്. ഇവിടെ ഇത് മൊത്തം എന്താണ്? എ ആണ്. ആ എ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? എയിൽ നിന്ന് ആറിലേക്ക്. അപ്പോൾ എ എന്ന് പറയുന്ന ഇൻ്റർവെൽ ഇതാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഇൻ്റർവെലിൽ നിന്ന് ആറിലേക്ക്, 6 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 6 ആണ്, റിയൽ നമ്പേഴ്സ് ആണല്ലോ. ഈസ് സൈഡ് ടു ബി ബൗണ്ടഡ്. ഇത് ബൗണ്ടഡ് ആണ്. അവിടെ എക്സിസ്റ്റ് ചെയ്ത ഒരു കോൺസ്റ്റൻറ്റ് എം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് എം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് എം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിട്ട് വരണം. ഒരു എക്സാമ്പിൾ പറയാം. ഇനി ഇത് ബൗണ്ടഡ് അല്ലാത്തൊരു കേസും വരും. ഇത് ബൗണ്ടഡ് അല്ലെങ്കിൽ അത് അൺബൗണ്ടഡ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കത്തും, അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ പറയാം. സൈൻ എക്സിൻ്റെ എക്സാമ്പിൾ. സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്കറിയാം, സൈൻ എക്സിലെ ആ ഫംഗ്ഷനിൽ നമ്മൾ -∞ to ∞ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് കിട്ടുക -1 1 മാത്രമായിരിക്കും ആ ഫംഗ്ഷനിൽ, അല്ലേ? ഓക്കെ, ഇത് റിയൽ R2 -1 1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സൈൻ എക്സ് എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കുള്ളൂ? -1നും 1നും ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ എങ്ങനെ എഴുതാം? മോഡ് സൈൻ എക്സ് 1 എന്ന് എഴുതാം. അപ്പോൾ മനസ്സിലായി, ഈ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അതിനൊരു ബൗണ്ടഡ് ആണ്, 1 ആണ് അതിൻ്റെ ബൗണ്ടഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ബൗണ്ടഡ് എന്ന് മനസ്സിലായി. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്, ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ആബ്സല്യൂട്ട് മാക്സിമം, ആബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം, ആബ്സല്യൂട്ട് മിനിമം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു ആർ ആണ്. ലെറ്റ് ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് A to Rൽ. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യും. അത് എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ആബ്സല്യൂട്ട് മാക്സിമം, അല്ല ലെസ് ദാൻ ആണെങ്കിൽ അത് ആബ്സല്യൂട്ട് മിനിമം ആവും. ഓക്കെ, ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുമ്പോൾ എഫ് ഓഫ് സി മാക്സിമം ആണ്. അതുപോലെ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ മിനിമം. ഓക്കെ, സൈൻ ഗ്രാഫിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോ ഗ്രാഫ്. ഇനി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ് 1/x എന്ന് പറയുന്നത്? നൈദർ ആൻ ആബ്സല്യൂട്ട് മാക്സിമം nor an absolute minimum ആണ് on the set A is equal to 0 alpha. ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തം പറയും, ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ? എന്തായിരിക്കും? ട്രൂ അല്ലേ? അപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെപ്പോഴാണ്? 2013 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. പിന്നെ അടുത്തത് തിയറം ആണ്. തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ബൗണ്ടറിനെസ് തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കാം, സ്റ്റേറ്റും പ്രൂവ് ചെയ്യാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം, നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ I equal to ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ആണ്. അപ്പോൾ ഇത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണ്. ലെറ്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ I to R ആണ്. അത് കണ്ടിന്യൂസ് ആണ് ഓൺ ഐയിലെ. എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് ഓൺ ഐയിലെ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് I എന്ന് പറയുന്നത് ക്ലോസ്ഡ്
ബൗണ്ടഡ് ഇൻ്റർവെല്ലാണ്. അതുപോലെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ഉണ്ട്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? ഐയിൽ നിന്ന് ആറിലേക്കാണ്. അത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കും വേണം, അത് ബൗണ്ടഡ് ആണെന്ന് കാണിക്കും വേണം. അപ്പോൾ നമുക്ക് നോക്കുക. ആദ്യം എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അത് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, റിയൽ വാല്യൂഡ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നത്. അപ്പം അത് ക്ലോസ്ഡ് ബൗണ്ടഡ് ആണ്, ഇൻ്റർവെല്ലാണ്. പിന്നെ ആദ്യം നമുക്ക് നോക്കുക, എഫ് എന്ന് പറയണത് ബൗണ്ടഡ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫ് എന്ന് പറയണത് എന്താണെന്ന് കാണിക്കുക? ബൗണ്ടഡ് അല്ല എന്ന് കാണിക്കുക. അപ്പോൾ എഫ് ബി നോട്ട് ബൗണ്ടഡ്, എഫ് ബൗണ്ടഡ് അല്ല എന്ന് പറയുകയാണ്. അപ്പം എഫ് എന്ന് പറയണത് എന്തല്ല? ബൗണ്ടഡ് അല്ല. അപ്പോൾ നമ്മളൊരു എൻ എടുക്കുകയാണ്. എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ ഉള്ളൊരു എൻ ആണ്. എന്നുവെച്ചാൽ ഒരു സീക്വൻസ് എടുക്കാമല്ലോ. ഇപ്പോൾ ഇത്ര നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിൽ ഇത്ര നമ്പേഴ്സ് ഉള്ള എൻ എടുത്തു. ആ എൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നാച്ചുറൽ നമ്പേഴ്സിലുള്ളതാണ്. അതിനെ നമുക്കൊരു സീക്വൻസ് എക്സ് എൻ ആയിട്ട് എഴുതാം. ഈ എക്സ് എൻ എവിടെയുണ്ട്? ഐയിൽ ഉണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് അതെങ്ങനെ എഴുതാൻ പറ്റണം? നമുക്കറിയാം, അൺബൗണ്ടഡ് ആകുമ്പോൾ, ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അൺബൗണ്ടഡ് ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ മോഡ് നമ്മൾ സൈൻ എക്സിൻ്റെ ചെയ്താൽ പോലെ എക്സാമ്പിൾ ഓർത്താൽ മതി, അത് മതി. ഡെഫിനീഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ബൗണ്ടഡ്, ഇത് ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ അൺബൗണ്ടഡ്. അപ്പോൾ അൺബൗണ്ടഡ് എന്നല്ലേ നമ്മൾ എടുത്തത്, അപ്പോൾ അങ്ങനെയല്ലേ എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് ഈക്വൽ ടു എക്സ് എൻ ഇൻ എൻ. അതുപോലെ നമ്മൾ നേരത്തെ എഴുതി തന്നെ ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. അപ്പോൾ സീക്വൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐ ടു ആർ ആണ്. ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ഐയിൽ നിന്ന് എടുക്കുന്ന സീക്വൻസ് എക്സ് എനും എന്ത് തന്നെയായിരിക്കും? ബൗണ്ടഡ് ആണ്. അറിയാം. അപ്പോൾ ബോൾസാനോ വെയ്സ്ട്രാസ് തിയറം എന്താ പറയുന്നത്? ഈച്ച് ബൗണ്ടഡ് സീക്വൻസ് ഇൻ ആർ ഈസ് ടു എൻ ഹാസ് കൺവേർജൻറ്റ് സീക്വൻസസ്. നോക്ക്, ഓരോ ബൗണ്ടഡ് സീക്വൻസസും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ എക്സ് എൻ എന്ന് പറയണത് എടുത്തു. അപ്പോൾ എക്സ് എൻ ബൗണ്ടഡ് ആണ്. അപ്പോൾ ഓരോ ബൗണ്ടഡ് സീക്വൻസസും എന്താണ്? കൺവേർജൻറ്റ് സബ് സീക്വൻസസ് ആണെന്നാണ് ബോൾസാനോ വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. The sequence x is equal to xn has convergent subsequences. നമുക്ക് എന്ത് പറയാം? എന്ത് തിയറം ഇത് വെച്ചിട്ട്? ബോൾസാനോ വെയ്സ്ട്രാസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു കോൺവേർജൻറ്റ് സബ് സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ആ കൺവേർജൻറ്റ് സബ് സീക്വൻസസിനെ എക്സ് ഡാഷ് എന്ന് കൊടുത്തു. എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പറയാം? എക്സ് എൻ ആർ ബി സബ് സീക്വൻസസ് ഓഫ് എക്സ് എന്ന് പറയാം. ഇത് കൺവേർജൻറ്റ് ടു എ നമ്പർ എക്സ്. ഇത് കൺവേർജൻ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇഫ് എ സീക്വൻസ് ഹാസ് ലിമിറ്റ് വി സേ ദാറ്റ് ദ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതിലെ? ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിലെ നമ്മൾ എന്ത് പഠിച്ചു? ഇപ്പം ഞാൻ പറഞ്ഞത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഓർക്കുക. അപ്പോൾ കൺവേർജൻ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ആ എക്സ് എവിടെ ഉണ്ടായിരിക്കും? ഐയിലുണ്ടായിരിക്കും. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. അപ്പോൾ നമുക്ക് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സിലേക്കാണ്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആർ is equal to f of x എന്ന് എഴുതാം. ഇനി hence the sequence f of x n r is convergent. എല്ലാ കൺവേർജൻസ് സീക്വൻസസും ബൗണ്ടഡ് ആണ്. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ ആർ മസ്റ്റ് ബി ബൗണ്ടഡ് സീക്വൻസസ്. എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നതും എന്തുതന്നെയായിരിക്കും? മസ്റ്റായിട്ടും ബൗണ്ടഡ് സീക്വൻസസ് ആയിരിക്കും. ബട്ട് ദിസ് ഈസ് കോൺട്രഡിക്ഷൻ. അപ്പോൾ നമുക്ക് എടുത്തത് എന്തായിരുന്നു? അൺബൗണ്ടഡ് എന്നല്ലേ, പക്ഷെ നമുക്ക് കിട്ടിയത് എന്താ? ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ നമ്മളെടുത്തത് അൺബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് കോൺട്രഡിക്ഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, കോൺട്രഡിക്ഷൻ വെച്ചിട്ടല്ലേ സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് കോൺട്രഡിക്ഷനാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് എൻ ആർ ലെസ് ദാൻ എൻ ആർ ആണ്. എൻ ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. അപ്പോൾ ദസ് supposition that is continuous f is not bounded on the closed bounded interval I leaves its contradiction f is bounded. f എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ബൗണ്ടഡ് ആണ് മനസ്സിലായി. ഇനി റിമാർക്ക് നോക്കുക. റിമാർക്ക് നോട്ട് ദാറ്റ് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറി ബൗണ്ടഡ്. എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെസസറി എന്താവണമെന്നില്ല, ബൗണ്ടഡ് ആവണമെന്നൊന്നുമില്ല. ഇനി എക്സാമ്പിൾ നോക്കുക. എന്ത് എക്സാമ്പിൾ? ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് കണ്ടിന്യൂസ് ആണ് എന്നുള്ളതാണ്.
പക്ഷേ ഇതെന്തല്ല, എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ എ, അത് ബൗണ്ടഡ് അല്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കാണിച്ചു. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ തിയറാണ് മാക്സിമം മിനിമം തിയറം. മാക്സിമം മിനിമം തിയറം, ലെറ്റ് ഐ ഈക്വൽ ടു എ ബി. എ ബി എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ട്, ബി ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആൻഡ് എഫ് സച്ച് ദാറ്റ് ഐ ടു ആർ കണ്ടിന്യൂസ് ഓൺ ഐ. ദെൻ എഫ് എന്ന് പറയുന്നത് ആബ്സൊല്യൂട്ട് മാക്സിമം എന്ന് കാണിക്കണം, മിനിമം എന്ന് കാണിക്കണം ഓൺ ഐയിൽ. ഓക്കെ, എഫ് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. അതുപോലെ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അത് ഐ ടു ആറിലാണ് ഇതാക്കുന്നത്. നേരത്തെ പോലെ തന്നെ എഫ് എന്ന് പറയുന്നത് ആബ്സൊല്യൂട്ട് മാക്സിമം മിനിമം. നമുക്ക് ഡെഫിനേഷൻ അറിയാം ആബ്സൊല്യൂട്ട് മാക്സിമം മിനിമത്തിൻ്റെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇനി പ്രൂഫ് ചോദിക്കില്ല എന്നൊന്നുമില്ല, പ്രൂഫും കൂടി നമുക്ക് നോക്കാം. ലെറ്റ് ഐ ഈക്വൽ ടു എ ബി, ബി ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ. എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്, നമ്മൾ നേരത്തെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നത് വീണ്ടും എടുത്ത് എഴുതി, അത്രയേ ഉള്ളൂ. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഐ ആണെന്നറിയാം. നമ്മളിവിടെ ബൗണ്ടഡ്നെസ് തിയറം എടുക്കും. ബൗണ്ടഡ്നെസ് തിയറത്തിൽ പറയുന്നത് എന്താ, എഫ് കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ എഫ് ബൗണ്ടഡ് ആണ്. ഓക്കെ അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാം എഫ് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ കെ ഗ്രേറ്റർ ദാൻ 0. അവിടെ കെ മാറ്റിയിട്ട് എം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ കെ എന്ന് എഴുതി കൂടെ, ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, സബ്സെറ്റ് ഓഫ് ആർ. ഇനി ഇവിടെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. എന്താ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി, സുപ്രീമം ഇൻഫ്യൂമം ഒക്കെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്, സുപ്രീമം ആണ് ആൻഡ് ഇൻഫ്യൂമം ഇൻ ആർ ആണ്. ഇനി നമ്മളിപ്പോൾ എടുക്കുന്നത് എം എന്ന് പറയുന്നത് സുപ്രീമമാണ് എഫ് ഓഫ് ഐ എന്നായിട്ടും, എൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്നത് സുപ്രീമം ഇൻഫ്യൂമം ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ, നമ്മൾ അവിടെ നല്ല നിർത്തിയതാ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട്. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദയർ ഈസ് എക്സിസ്റ്റ്, ഇവിടെ ഒരു ആൽഫ ബീറ്റ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുക. ഓക്കെ, സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എം, എഫ് ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു സ്മോൾ എം. എന്ന് വെച്ചാൽ എം എന്ന് പറയുന്നത് സുപ്രീമം, ഈ എം എന്ന് പറയുന്നത് ഇൻഫ്യൂമാണ്. എം എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ അല്ലേ. നമുക്ക് പ്രോപ്പർട്ടീസ് സുപ്രീമം പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ് എമ്മിനെ നമ്മൾ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ എന്ന് കൊടുത്തത്. ഇനി നമുക്കറിയാം എം ആണെന്ന് വിചാരിക്കുക, എം ആണ് ഇതിലെ സുപ്രീമം. അപ്പോൾ അപ്പർ ബൗണ്ട് ആണല്ലേ എം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ നമ്മൾ എം മൈനസ് എൻ ബൈ എൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അപ്പർ ബൗണ്ട് ആവുമോ, ഇല്ല. എഫ് ഓഫ് ഐയിൽ അത് അപ്പർ ബൗണ്ട് ആവില്ല. നമുക്ക് എന്ത് പറയാം, നമുക്ക് എങ്ങനെ എഴുതാം, എൻ എന്ന് പറയുന്നത് എന്നിലുണ്ട്, എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഐയിലുണ്ട്. നമ്മൾ ഈ എഫ് ഓഫ് ഐയുടെ പ്ലേസിൽ എക്സ് എൻ എന്ന് എഴുതും. നമ്മളിപ്പോൾ എടുത്തത് എം മൈനസ് 1/n എന്നാണ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ എടുക്കുക, എം മൈനസ് 1/n നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് എഴുതാം. എൻ എന്ന് പറഞ്ഞാൽ എൻ നാച്ചുറൽ നമ്പറിലുണ്ട്. ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ എക്സ് എൻ എന്ന് പറയുന്നത് ഐയിലുണ്ട്. അപ്പോൾ ഈ സീക്വൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ് സീക്വൻസസും എന്തുതന്നെയായിരിക്കും, ബൗണ്ടഡ് തന്നെയായിരിക്കും. ബോൾസാനോസ് തിയറത്തിൽ പറയുന്ന പോലെ ഇതിനൊരു സബ് സീക്വൻസസ് ഉണ്ട് എന്നും പറയാം. ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തിലേക്ക് പോകുന്നുണ്ട്, ആൽഫയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സബ് സീക്വൻസസ് എക്സ് എൻ ആർ എടുത്താൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ആൽഫയാണ്. ഇത് ലിമിറ്റ് ഓക്കെ. അപ്പോൾ ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. പിന്നെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് സീക്വൻസ് ആണ് അല്ലേ, സബ് സീക്വൻസസ്. അപ്പോൾ ഇത് ആൽഫയാണ്. അപ്പോൾ ഐയിലുണ്ട് എന്ന് പറഞ്ഞുകൂടെ, എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എക്സിൻ്റെ സബ് സീക്വൻസസ് ആണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ ലിമിറ്റും ആൽഫ എന്ന് പറയുന്നത് ഐയിലുണ്ട് എന്ന് പറയാം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് അറ്റ് ആൽഫയിൽ. ആൻഡ് സോ ലിമിറ്റ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് ആൽഫയാണ്. ഇൻഫ്യൂമം എഫ് ഓഫ് എക്സ് എൻ ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ എം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് സബ് സീക്വൻസസ് ആണ്. അപ്പോൾ എൻ അല്ല വരിക, എന്നിൻ്റെ പ്ലേസിലൂടെ എന്ത് വരും, എൻ ആർ വരും. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. അത് എന്നിട്ട് എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക ഫസ്റ്റത്തെ ഇക്വേഷനെ, ഫസ്റ്റത്തെ ഇൻഇക്വാലിറ്റീസിനെ. അപ്പം എൻ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ 1/nr എന്ന് പറയുന്നത് 0ലേക്ക് പോകും. അപ്പോൾ എം മൈനസ് 1/nr എന്ന് പറയുന്നത് എം ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് സ്ക്യൂസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആർ ഇസ് ഈക്വൽ ടു എം ആണെന്ന് പറയാം അല്ലേ. ഇതിന് നമുക്ക് എം എന്ന് പറയാം കിട്ടുക. അപ്പോൾ സുപ്രീമം
എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് എന്ന് പറയണത് ആബ്സല്യൂട്ട് മാക്സിമം ആണ്. നമുക്ക് കിട്ടിയത് എന്താ, എം അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, ഇതൊരു ആബ്സല്യൂട്ട് മാക്സിമം ആണ്, പോയിൻ്റ് ആണ് ഓഫ് എഫ് ഓൺ ഐയിൽ. ഇനി ഇതേപോലെ നമ്മൾ ഇൻഫ്യൂം എടുക്കും, ഇത് മിനിമം എന്ന് കാണിക്കാൻ. അപ്പോൾ എം ഈക്വൽ ടു ഇൻഫ്യൂമം എഫ് ഓഫ് ഐ ഫോർ എനി എൻ. ഇതുപോലെ തന്നെ നമ്മൾ അവിടെ എടുത്തത് എം മൈനസ് 1/n ആണ്. ഇവിടെ എന്തെടുക്കുക, എം പ്ലസ് 1/n എടുക്കുക. അപ്പോൾ എം പ്ലസ് 1/n എന്ന് പറയണത് എം ആണ്. അതുപോലെ എം പ്ലസ് 1/n ഇതിലേതാ, ഇതെന്താവില്ല, ലോവർ ലിമിറ്റ് ആവില്ല. ഇത് അപ്പർ ലിമിറ്റ് ആവാനല്ലേ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഇത് ലോവർ ലിമിറ്റ് ആവില്ല എന്ന് പറയാം. അപ്പോൾ ഹെൻസ് ഈച്ച് എൻ എന്ന് പറയുന്നത് എന്നിലുണ്ട്. എക്സിസ്റ്റ് ഒരു വൈ എൻ, നമ്മൾ എക്സ് എന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്ത പോലെ ഇവിടെ വൈ എൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം, എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നേരത്തെ എഴുതിയത് എം എൻ മൈനസ് 1 ആയ കാരണം ഇവിടെ എം ആണ്, എം അല്ലേ ലോവർ, ഇത് അപ്പറായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ എഴുതുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ, സിമിലർ ആർഗ്യുമെൻറ്റ് ആസ് ദ കേസ് ഓഫ് എം എക്സ് എൻ എന്ന് പറയുന്നത് വി ഹാവ് ഷോ ദാറ്റ് വൈ എൻ ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസസ് വൈ എൻ ആർ സച്ച് ദാറ്റ്. നമുക്ക് ഇവിടെ എന്തുണ്ടെന്ന് പറയാം, ബോൾസാനെ വെച്ചിട്ട് നമുക്കിവിടെ എന്തുണ്ടെന്ന് പറയാം, ഒരു സബ്സീക്വൻസസ് ഉണ്ട്. നമ്മൾ നേരത്തെ എക്സ് നമ്മൾ ഇവിടെ വൈ ആണ് എടുക്കുക. അപ്പോൾ അത് എന്തായിരിക്കും, വൈ ഡാഷ് ആയിരിക്കും. വൈ ഡാഷ് എന്ന് പറയുന്നത് സബ്സീക്വൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ആൽഫ കിട്ടിയ പോലെ ഇവിടെ ബീറ്റ കിട്ടും. ബീറ്റ എന്ന് പറയുന്നത് അതിലുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്തുണ്ട്, നമ്മളിവിടെ എത്തത് മിനിമം എന്നല്ലേ, അല്ലേ, ഇൻഫ്യൂം അല്ലേ. അപ്പോൾ നമ്മളിവിടെ കിട്ടുക ഒരു എം എന്നായിരിക്കും കിട്ടുക. ആ എം എന്ന് പറയണത് എന്താന്ന് പറയാം, ഇൻഫ്യൂമ. അപ്പോൾ നമുക്കിവിടെ ഒരു ആബ്സല്യൂട്ട് മിനിമം പോയിൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം ആണ്. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് തിയറം, ഐ എന്ന് പറയണത് ഇൻ്റർവെലാണ്. എഫ് നമുക്ക് സച്ച് ദാറ്റ് ഐ ടു ആർ ആണ്. ഒരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ്റെ അത് കണ്ടിന്യൂസ് ആണ്, ഐയിലാണ്. എ ലെസ് ദാൻ ബി ആണ്, അത് എന്തിലത്തെ ഐയിലുള്ള നമ്പേഴ്സാണ്. അതുപോലെ എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് 0 ലെസ് ദാൻ എഫ് ഓഫ് ബി, അതല്ലെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി, ദെൻ ദർ എക്സിസ്റ്റ് എ നമ്പർ, ഒരു നമ്പർ സി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെ ബിറ്റ്വീനായിട്ട്, എക്കും ബിക്കും ബിറ്റ്വീനായിട്ട്, സച്ച് ദാറ്റ് എഫ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കൂ. ഇതിൽ വരയ്ക്കേണ്ട, നമുക്കൊരു വേറെ ബുക്ക് എടുക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് ഗ്രാഫ് പോലെ വരയ്ക്കാം. അതിൽ എയും ബിയും അല്ലേ, നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ എയും ബിയും എന്താണ്, ഐയിലുള്ള രണ്ട് നമ്പേഴ്സാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എ ലെസ് ദാൻ ബി ആണ്. ഇനി ആ എയിലും ബിയിലും ഉള്ള വേറൊരു നമ്പറാണ് സി. അപ്പോൾ എക്കും ബിക്കും ബിറ്റ്വീനായിട്ടൊരു സി ഉണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എന്തെന്ന് എഴുതാം, എഫ് ഓഫ് ബി എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി ആണ്. അതിന് ബിറ്റ്വീനായിട്ട് ആരും കൂടി വരുന്നുണ്ട്, 0 കൂടി വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. ഐ എന്ന് പറയുന്നത് ഇൻ്റർവെൽ ആണ്, എഫ് എന്ന് പറയുന്നത് ഐ ടു ആറിൽ കണ്ടിന്യൂസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എഫ് ഓഫ് എ വരും, ഇവിടെ എഫ് ഓഫ് ബി വരും. അതിന് ബിറ്റ്വീനായിട്ടൊരു 0 പോലെ നമുക്കൊരു വേറൊരു സി വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ, നമുക്ക് പ്രൂവ് ചെയ്യാം. എഫ് ഓഫ് സി ട്ടാ, ഇവിടെ എഫ് ഓഫ് സി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് സി എന്ന് പറയുന്നത് 0 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, I1 എന്ന് പറയുന്നത് എ ബി ആണ്. I1 എന്ന് പറയുന്നത് എ ബി ആണ്. I1 എന്ന് പറയുന്നത് എ ബി ആണ്. ലെറ്റ് P1 ബി ദി മിഡ് പോയിൻ്റ് ഓഫ് I1. P1 എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് I1 ആണ്. അപ്പം ഞാൻ പറയുന്നത് I1 എന്ന് പറയുന്നത് എ ബി ആണ്. I1 എന്ന് പറഞ്ഞാൽ എ ബി. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ A1 ആണ്, ഇത് B1 ആണ്. അതിന് ബിറ്റ്വീനായിട്ടുള്ള ഒരു എലമെൻ്റാണ് P1. ഇത് I1 ആണ് ഇൻ്റർവെൽ. ഇത് Y ഇവിടെ ഉണ്ട്, എഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് മിഡ് വാല്യൂ മിഡ് പോയിൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, A1 + B1/2 ആണ് എന്ത്, P1. ഇനി അടുത്തത് ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത് എഫ് ഓഫ് P1 എന്ന് പറയുന്നത് 0 ആണ്. വി ടേക്ക് സി എന്ന് പറയുന്നത് എന്തായിരിക്കും എടുക്കണം, P1 ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എഫ് ഓഫ് സി ഈക്വൽ ടു 0 എന്നല്ലേ, അത് പ്രൂവ് ചെയ്തു. ഫസ്റ്റത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ എഫ് ഓഫ് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടും ടേക്ക് A2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, A1 ആയിട്ടും B2 എന്ന് പറയുന്നത് P1 ആയിട്ടും എടുക്കുക. അതേപോലെ P1 ഗ്രേറ്റർ ദാൻ 0 എടുക്കുമ്പോൾ A2 എന്ന് പറയുന്നത് P1 ആയിട്ടും B2 എന്ന് പറയുന്നത് B1 ആയിട്ടും. ഇതിൻ്റെ ഏകദേശം പകുതിക്ക് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് P1
ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്ന് പറയുന്നത് A2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക, A2 എന്ന് പറയുന്നത് A1 ആയിട്ടും B2 എന്ന് പറയുന്നത് P1 ആയിട്ടും എടുക്കുക. അതേപോലെ f(P1) ലെസ് ദാൻ 0 ആകുമ്പോൾ A2 എന്ന് പറയുന്നത് P1ഉം നീങ്ങുന്നുണ്ട് കേട്ടോ, B2 എന്ന് പറയുന്നത് B1 ആയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, ഒന്ന് കുറച്ചെടുക്കുക. അപ്പോൾ A2 ആണെങ്കിൽ ഒന്ന് കുറച്ച് വയ്ക്കുക 1, അപ്പോൾ എന്താ വരിക, 2 1 കുറച്ച് 1. അതുപോലെ A2 ആണ്ടോ എല്ലാം അതിൽ അങ്ങനെ തന്നെ വരിക. അപ്പോൾ ഒന്ന് കുറച്ചിട്ട് എടുത്താൽ മതി, അങ്ങനെ മനസ്സിലാക്കി എടുത്താൽ മതി. ഇവിടെ 2 ശ്രദ്ധിക്കുക, അപ്പോഴും അവിടെ 1 തന്നെയാണ്, അവിടെ P മാത്രം മാറും. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. അപ്പോൾ I2 എന്ന് പറയുന്നത് A2 B2 ആവും. അപ്പോൾ P(A2) ലെസ് ദാൻ 0, f(B2) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ബൈസെക്ഷൻ പ്രോസസ്സ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബൈസെക്ഷൻ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്, അത് എഴുതാം. അല്ല നമ്മളോട് ചോദിച്ചാൽ ഇത് ക്ലിയർ ആവില്ല, ചോദിക്കുക ബൈസെക്ഷൻ പ്രോസസ്സ് എന്ന് നോക്കാനാവും പറയുക. എക്സ്പ്ലെയിൻ ബൈസെക്ഷൻ മെത്തേഡ് ടു ഫൈൻഡ് ദി റൂട്ട് ഓഫ് എ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇൻ്റർവെൽ, അപ്പോൾ നമുക്കിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ I1 I2 എക്സെട്ര IK എന്ന് പറയുന്നത് എന്തായിരിക്കും, ക്ലോസ് ഇൻ്റർവെൽ AK. K എന്ന് പറയുന്നത് എന്താണ്, K എന്ന് പറയുന്നത് നമുക്കറിയാം, അത് K വരെ പോകുമെന്നറിയാം. ഇനി ഇത് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് f(I) എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിട്ടാണ്, ആൻഡ് f(BI) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടും, I എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര K ആയിട്ടും കിട്ടും. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ എന്താ എടുത്തത്, സെയിം രീതിയിൽ തന്നെ ഇത് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ ഉണ്ടാവും. I എന്ന് പറയുന്നത് 2 ആവാം 1 ആവാം അങ്ങനെ. അപ്പോൾ നമ്മൾ I1 എടുക്കുമ്പോൾ അതിനനുസരിച്ച് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ Iനെ 1 2 3 എക്സെട്ര K വരെ വേണമെങ്കിൽ ആവാം. ഇനി നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ PK എന്ന് പറയുന്നത് എന്താണ്, IKയുടെ മിഡ് പോയിൻ്റ് ആണ്. എന്ന് വെച്ചാൽ IKയുടെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇത് AK ആവും, ഇത് BK ആണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് AK + BK/2 ആയിരിക്കും. എന്ത് PK എന്ന് പറയുന്നത് കഴിഞ്ഞില്ലേ. അപ്പോൾ f(PK) നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യുമ്പോൾ f(PK) എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കും. C എന്ന് പറയുന്നത് PK ആയിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടോ. നമ്മളിവിടെ P1 എന്ന് പറയുന്നത് A1 + B, ഇവിടെ 1 കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. A + B/2 എന്ന് കൊടുക്കുമ്പോൾ P1 എന്ന് പറയുന്നത് C ആണെങ്കിൽ f(P1) എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, C ടേക്ക് ചെയ്തു, C = P1 ടേക്ക് ചെയ്യുക. അപ്പോൾ f(P1) എന്നുള്ളത് 0 ആണ് എന്ന് എഴുതാം. അപ്പോൾ f(C) എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ നമ്മൾ അതുപോലെ ചെയ്ത് വെച്ചു, 1 നമ്മൾ ടേക്ക് ചെയ്ത പോലെ ഇവിടെ K ടേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, f(PK) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് എടുക്കും. അപ്പോൾ AK + 1 എന്ന് പറയുന്നത് = അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ എന്തെടുത്തു, A2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടി, A2 എന്ന് പറയുന്നത് A1 ആയിട്ട് എടുത്തു. അതുപോലെ ഇതും അതുപോലെ ചെയ്യുക. അപ്പോൾ PK ഗ്രേറ്റർ ദാൻ 0 എടുക്കുക, അതുപോലെ PK ലെസ് ദാൻ 0 എടുക്കുക. നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് BK + 1 = K എന്ന് എഴുതാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തില്ല, ഒരു എൻഡ് ഉണ്ടോ, ഇല്ല, അതിങ്ങനെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോട്ട് ടെർമിനേറ്റ്, ദ പ്രോസസ് ഡസ് നോട്ട് ടെർമിനേറ്റ്, അവസാനം ഇല്ലല്ലോ. വി ഒബ്റ്റെയിൻ നെസ്റ്റഡ് സീക്വൻസസ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ കഴിഞ്ഞ ഇതിൽ നമ്മളെന്ത് പഠിച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ഇൻ്റർവെൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല, അതെന്താണെന്ന് നോക്കുക. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഇതാണ്ടോ നമ്മളൊരു പ്രൂഫൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിലെ ആ പ്രൂഫിലെ വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. IN എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, AN BN ആണെന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ IN = AN BN ആണ്. അപ്പം ആ ഇൻ്റർവെല്ലിൽ ബൗണ്ടഡ് ഇൻ്റർവെല്ലായിട്ട് നമ്മൾ എടുത്തത് IN = AN BN എന്നാണ്. അപ്പം ജസ്റ്റ് മനസ്സിലാക്കി ഞാൻ കാണിച്ചതെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, ഇൻ്റർവെൽ ഫൗണ്ട്. അപ്പോൾ BN AN എന്ന് പറയുന്നത് B - A/2n - 1 ആയിട്ട് എടുക്കുക. അപ്പോൾ BN AN എന്ന് പറയുന്നത് n belongs to n, അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, C belongs ചെയ്യുന്നുണ്ട്, പോയിൻ്റ് C belong ചെയ്യുന്നുണ്ട് to n. അപ്പോൾ നമുക്ക്
സി എന്ന് പറയുന്നത് ഐ എന്നിലുണ്ട്, എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ എയും എനും ബി എന്നിനും ബിറ്റ്വീൻ ആയിട്ടൊരു സി ഉണ്ട്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എഫ് ഓഫ് സി അല്ലേ, അതുപോലെ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ കാണിക്കേണ്ടത്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ഈ എ എന്നിനെ പ്രതി എടുക്കുക. ആദ്യം ചെയ്തത് അതാ. അതിന് ശേഷം നമ്മൾ ബി ഇവിടെ സി ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, ബി ടേമിനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 0 ബി എൻ മൈനസ് സി, അതുപോലെ ബി എൻ മൈനസ് എ എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി എൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഇൻഫ്യൂമം ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഈക്വൽ ടു 0 കിട്ടുന്നത് എന്നെ ബിലോങ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഈക്വൽ ടു എന്തെന്ന് വരിക, 0 എന്ന് വരിക. ഫ്രം ദി ഇൻഇക്വാലിറ്റീസ് 1 ഫോളോവേഴ്സ് ലിമിറ്റ് സി മൈനസ് എ എന്ന് പറയുന്നത് 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് സി ആണെന്ന് എഴുതാം. അതുപോലെ ലിമിറ്റ് ബി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, സി എന്ന് എഴുതാം. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, കാരണം ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ലാസ്റ്റ് എന്ത് പറയാം, ലിമിറ്റ് എഫ് ഓഫ് എ എൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് ബി എൻ എന്ന് പറയുന്നത് എഴുതാം. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും കിട്ടും. എന്ന് വെച്ചാൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ 0, എൻ ബിലോങ്സ് ടു എന്നിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുക രണ്ട് സൈഡിലും. നമുക്ക് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ ബി ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് സി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് വരും. രണ്ടിൽ നിന്ന് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും, എഫ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആണെന്ന് മനസ്സിലാവും അല്ലേ. അപ്പോൾ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ആണ്, എഫിൻ്റെ റൂട്ടാണെന്ന് മനസ്സിലാക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ബോൾസാനോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഐ എന്ന് പറയുന്നത് ഇൻ്റർവെല്ലാണ്. ലെറ്റ് എഫ് എന്ന് പറയുന്നത് ഐ ടു ആറിലെ കണ്ടിന്യൂസ് ആണ്. എ ടു ബി, എ എന്നും ബി എന്നും ഐയിലുണ്ട്. അപ്പോൾ കെ എന്ന് പറയുന്നത് ആറിലുണ്ട്. നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എഫ് ഓഫ് എ ലെസ് ദാൻ കെ ലെസ് ദാൻ എഫ് ഓഫ് ബി എന്നാണ്. ഒരു പോയിന്റ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് കെയിൽ, അപ്പോൾ എന്ന് വെച്ചാൽ ഐ എന്ന് പറയുന്ന ഇതിൽ തന്നെ ഒരു സി വാല്യൂ കൂടിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തിന് ബിറ്റ്വീനായിട്ട് എക്കും ബിക്കും. അപ്പോൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, കെ എന്നായിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, ഇത് കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഐയിൽ. ഓക്കെ, അപ്പോൾ എയും ബിയും ഐയിൽ എടുക്കുന്നത്. അപ്പോൾ എയും ബിയും എന്തെന്ന് എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ റഫായിട്ട് വരച്ച് വയ്ക്കുകയാണ്. അതിലൊരു സി ഉണ്ട്, ആ സി എന്ന് പറയുന്നത് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം, കെ ആണെന്ന് കാണിക്കണം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എയും ബിയും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്താവില്ല, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവില്ല. കാരണം ഡൊമൈൻ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതും ഈക്വൽ ആവാമല്ലോ, ചാൻസ് ഇല്ലേ. അപ്പോൾ അതിൽ ഈക്വൽ അല്ല എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണിക്കേണ്ടത് എ ലെസ് ദാൻ ബി ആവാം. എ എന്ന് പറയുന്നത് എന്താ, എ നോട്ട് ഈക്വൽ ടു ബി ആയില്ലോ, രണ്ട് ഈക്വൽ അല്ലെങ്കിൽ ഇത് ഈക്വൽ അല്ല, ഇത് ഈക്വൽ അല്ലെങ്കിൽ ഇത് ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ എ ലെസ് ദാൻ ബി ആവാം, ബി ലെസ് ദാൻ എ ആവാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എ ലെസ് ദാൻ ബി ആണെന്ന് കാണിക്കാം. ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഐ. എക്സ് എന്ന് പറയുന്നത് ഐയിലുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് കെ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ പഠിച്ചു വയ്ക്കുക, നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക, സിമ്പിളായ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അത് പഠിച്ചു വയ്ക്കണം കേട്ടോ, ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാണിക്കേണ്ടത് ജി ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ ജി ഓഫ് ബി എന്നാണ്. അപ്പോൾ ജി ഓഫ് എ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എ മൈനസ് കെ എന്ന് എഴുതാം, ലെസ് ദാൻ 0 എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ജി ഓഫ് ബി ആണ് കൊടുക്കുന്നത്. ബി കൊടുക്കുമ്പോൾ നമ്മൾ എ കൊടുത്തപ്പോൾ എ കിട്ടി, അതുപോലെ എക്സിൻ്റെ പ്ലേസിൽ ബി കൊടുക്കുമ്പോൾ എഫ് ഓഫ് ബി മൈനസ് കെ ലെസ് ദാൻ എന്തെന്ന് എഴുതാം, ലെസ് ദാൻ അല്ല ഈക്വൽ ടു എന്തെന്ന് എഴുതാം, ജി ഓഫ് ബി എന്ന് എഴുതാം. എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ഓൺ ഐയിൽ, ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ എന്തെന്ന് പറയാം ഐയിൽ. എഫും ജിയും കണ്ടിന്യൂസ് ആയി, ഹെൻസ് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തതും പ്രൂവ് ചെയ്യുക. നമ്മൾ ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം എടുക്കുക. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറത്തിൽ പറയണത് ഐ എന്ന് പറയുന്നത് ഇൻ്റർവെൽ ആണ്, എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ഐയിൽ. ഐ ലെസ് ദാൻ ബി ആകുമ്പോൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി എന്ന് എഴുതാം. അപ്പം എന്ന് വെച്ചാൽ അവിടെ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എ ബിയിൽ. നമുക്കറിയാം എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, 0 എന്ന് പറയാം. ഇതിൽ രണ്ടും എഫും ജിയും കണ്ടിന്യൂസ് അല്ലേ, അപ്പോൾ ജി ഓഫ് സി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, 0 എന്ന് എഴുതാം. അപ്പോൾ ജി ഓഫ് എക്സ് എന്താ, എഫ് ഓഫ് എക്സ് മൈനസ് കെ ആണ്. അപ്പോൾ നമുക്ക് ജി ഓഫ് സി എന്ന് പറയുന്നത് ജി ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി മൈനസ് കെ എന്ന് എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ ഇവിടെ പ്രത്യേകത നമുക്ക് ലിമിറ്റ് എന്ത് കിട്ടും, അല്ല എഫ് ഓഫ് സി എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടും, കെ എന്ന് കിട്ടും, അത്രയേ ഉള്ളൂ. ഇതേപോലെ നമ്മൾ
ബി ലെസ് ദാൻ എയും കൂടി കാണുക. അപ്പോൾ എക്സ് മൈനസ് ഐ, എക്സ് എവിടെ നിന്ന് എടുക്കുക, ഐയിൽ നിന്ന് എടുക്കുക. ഹെൻസ് കെ എന്ന് പറയുന്നത് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. നമ്മളെ ഒന്ന് ഫംഗ്ഷൻ ഒന്ന് മാറ്റി അത്രേ ഉള്ളൂ. ജി മാറ്റിയിട്ട് എച്ച് ആക്കി, അത്രയും വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതേപോലെ നമ്മൾ ഇതും പ്രൂവ് ചെയ്യും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും, എച്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. എഫും എച്ചും കണ്ടിന്യൂസ് ആയി. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം അപ്ലൈ ചെയ്യാം ഇതുപോലെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് സി എന്ന് പറയുന്നത് കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ രണ്ടിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് സി എന്ന് പറയുന്നത് കെ ആയിട്ട് കിട്ടി. അതിൽ പ്രൂവ് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. തിയറംസ് നല്ല വലുതാണ്, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായില്ലെന്ന് അറിയില്ല, നല്ല സ്പീഡിൽ പറഞ്ഞ കാരണം ചിലതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പോയിന്റുകൾ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ള പോയിൻറ്റ്സൊക്കെ വിട്ടുപോയി. ഡീപ്പായിട്ടുള്ള ക്ലാസ്സൊന്നും അല്ല എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലായെങ്കിൽ പഠിക്കുക, ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. അത്രയേ ഉള്ളൂ. ബൈ.